ഹലോ സ്റ്റുഡൻറ്റ്, എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 9 ആണ് കേട്ടോ. കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ടേംസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. കൂടാതെ നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് വരുന്നത് സിസ്റ്റം എന്നാൽ എന്താണെന്നാണ്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു സം കോമൺലി യൂസ്ഡ് ടേംസ് ഇൻ തെർമോഡൈനാമിക്സ് ആണ്. ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുൻപേ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ബീക്കർ എടുക്കാം. ഒരു ബീക്കറിൽ രണ്ട് സബ്സ്റ്റൻസ് എ പറഞ്ഞിട്ടുള്ള ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മിക്സ്ചറാണ് കേട്ടോ ആ ഒരു ബീക്കറിൻ്റെ ഉള്ളിലുള്ളത്. സോ അത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു ടേബിളിൻ്റെ മുകളിൽ അങ്ങനെ പുട്ട് ചെയ്ത് വെക്കാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബീക്കറിൻ്റെ ഉള്ളിൽ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, A+B വരുന്ന സബ്സ്റ്റൻസിൻ്റെ, അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു അണ്ടർ സ്റ്റഡിയിൽ നമ്മളത് സ്റ്റഡി ചെയ്യും ആ ഒരു മിക്സ്ചറിനെ, അതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നു. ഇനി അതിൻ്റെ പുറകിലുള്ള ഒരു സറൗണ്ടിങ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടേബിള്, പിന്നെ ബീക്കറിൻ്റെ പുറമെയുള്ള ഭാഗങ്ങളൊക്കെ, ആ ഒരു സറൗണ്ടിങ്സിനെയാണ് നമ്മൾ ആ ഒരു ഭാഗത്തെയാണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു ഡെഫിനിഷൻ നോക്കാം. സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് ദ ഫിസിക്കൽ യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ സ്റ്റഡി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു A+Bൻ്റെ മിക്സ്ചർ ബീക്കറിൻ്റെ ഉള്ളിലുള്ള അതാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. വൈൽ ദ റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് സറൗണ്ടിങ്സ്. അതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളെ നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയും. ഇനി കുറച്ച് സിസ്റ്റങ്ങളുണ്ട്. ഫസ്റ്റ് വരുന്ന സിസ്റ്റം, ടൈപ്സ് ഓഫ് സിസ്റ്റത്തിൽ ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഈ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങൾ തെർമോ ഫ്ലാസ്ക് കണ്ടിട്ടുണ്ടോ? ചില പരസ്യത്തിൽ കാണാം, മിൽട്ടൻ്റെ ഒക്കെ പരസ്യം ഉണ്ടാവില്ല. നമ്മളിപ്പം ചൂടുള്ള പദാർത്ഥങ്ങൾ ആ ഒരു ഫ്ലാസ്കിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് ആ ഒരു കുറേ സമയത്തേക്ക് ചൂടായിട്ട് തന്നെ നിൽക്കും അല്ലേ. എപ്പോഴാണോ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അതുവരെ അത് ചൂടായി നിൽക്കും. അല്ലെങ്കിൽ തണുത്ത പദാർത്ഥമാണ് ആ ഒരു മിൽട്ടൻ്റെ ആ ഒരു ഫ്ലാസ്കിൽ ഒഴിക്കുന്നെങ്കിൽ അത് തണുപ്പോടെ തന്നെ നിൽക്കും. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് ആ ഒരു തെർമോ ഫ്ലാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടീയോ ഒരു കോഫിയോ എന്ത് വേണമെങ്കിലും ആവട്ടെ, അത് നമ്മൾ ഒഴിച്ചു കുടിക്കുന്നത് വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലേ. അത് ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഉണ്ടാകുന്ന ആ ഒരു എനർജി ടൈപ്പ് ഓഫ് ഹോട്ട് ടീ ആണെങ്കിലും അല്ലെങ്കിൽ കോൾഡ് കോഫി ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കോഫി ആണെങ്കിലും ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് ഹോട്ട് അല്ലെങ്കിൽ അത് കോൾഡ് ആയിട്ടുള്ള, അതെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് വരെ അത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന വരെ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിനാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് തിങ് വരുന്നത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. ക്ലോസ്ഡ് സിസ്റ്റം കമ്പാരിറ്റീവ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം പോലെയാണ്. ഇവിടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നോർമൽ സ്റ്റീൽ ഫ്ലാസ്ക് നിങ്ങൾ നോക്കുക. ആ ഒരു സ്റ്റീൽ ഫ്ലാസ്ക് അതിൽ നമ്മളിപ്പം ഒരു ഹോട്ട് വാട്ടർ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് പോകില്ലേ. നോർമൽ സ്റ്റീൽ ഫ്ലാസ്കിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അവിടെ എനർജി ആ ഹോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സറൗണ്ടിങ്സിലേക്ക് പോയില്ലേ. ആ ഒരു എനർജി അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക്. അപ്പോൾ അവിടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. പക്ഷേ അതിലുള്ള മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്നത് വരെ അത് ആ ഒരു ടാപ്പ് ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചാണ് അല്ലേ ആ ഒരു സ്റ്റീൽ ഫ്ലാസ്കിൽ. അപ്പോൾ ആ ഒരു എനർജി മാറ്ററിനൊന്നും സംഭവിച്ചില്ല, പക്ഷേ അതിൻ്റെ എനർജിക്ക് എക്സ്ചേഞ്ച് വന്നു. സോ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ബട്ട് നോട്ട് മാറ്റർ വിത്ത് ദി സറൗണ്ടിങ്സ്. നെക്സ്റ്റ് വരുന്നത് ഓപ്പൺ സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റത്തിൽ പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ. നമുക്ക് രണ്ടും തന്നെ എനർജിയും മാറ്ററും നമുക്ക് ആ ഒരു സറൗണ്ടിങ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട. നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിലും പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ ഈ ഒരു ഓപ്പൺ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഫുഡ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, മാറ്റർ നമ്മൾ ആ ഒരു ഇതിനെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നാണ്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മെഷറബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ കോൾഡ് സ്റ്റേറ്റ് വേരിയബിൾസ് ഓർ സ്റ്റേറ്റ് ഫങ്ഷൻസ്.
ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ്. ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയമും അതിനകത്തെ ടെമ്പറേച്ചറൊക്കെ ആ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതിനെ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നാണ് കേട്ടോ പറയുന്നത്. ചേഞ്ചസ് ഇൻ ദ സിസ്റ്റം ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ്, നോട്ട് ദ പാത്ത് ടു ഗെറ്റ് ദർ. അതായത് നമ്മളിപ്പം ഏത് പാത്തിലൂടെയാണ് ഈ ഒരു ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഏത് പാത്ത് യൂസ് ചെയ്തു എന്നതിലല്ല, നമ്മൾ ഇനീഷ്യൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിപ്പെട്ടതാണ് നമ്മുടെ ചേഞ്ചസ് ആയിട്ട്, ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം വരുന്നത്. ഇനി സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടീസ്, എന്തിനെ മെഷറബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീസാണ്. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. അതായത് അതിൻ്റെ കറണ്ട് സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റേറ്റിനെ മാത്രമാണ് കേട്ടോ ഈ ഒരു സ്റ്റേറ്റ് ഫങ്ഷൻസ്, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ എക്സെട്ര ഡിപ്പെൻഡ് ചെയ്യുന്നത്. സച്ച് എ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഓർ ഡു ടേക്കൺ ഡ്യൂറിങ് എ ചേഞ്ച് ഇൻ ദ സിസ്റ്റം. അപ്പോൾ എന്താ, ഈ ഒരു പ്രഷർ ആയാലും ടെമ്പറേച്ചർ ആയാലും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് മുതൽ ഫൈനൽ സ്റ്റേറ്റ് വരെ നമുക്ക് പല റൂട്ടിലൂടെയും പോവാം, പാത്തിലൂടെ പോവാം, പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസായി വരുന്നത്? ദ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ആർ കോൾഡ് സ്റ്റേറ്റ് വേരിയബിൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് സ്റ്റേറ്റ് വേരിയബിൾസ് ഓർ സ്റ്റേറ്റ് ഫങ്ഷൻസ് അല്ലേ. ദേ മേ ബി ഫെർദർ ഡിവൈഡഡ് ഇൻറ്റു 2 മെയിൻ ടൈപ്സ്. അതായത് സ്റ്റേറ്റ് ഫങ്ഷൻസിനെ ടെമ്പറേച്ചർ, പ്രഷർ തുടങ്ങിയ അങ്ങനത്തെ സ്റ്റേറ്റ് വേരിയബിൾസിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, രണ്ടാമത്തത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആസ് വൺ ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സൈസ് ഓഫ് ദി സിസ്റ്റം. എന്താണ്, നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് വോളിയം, വെയിറ്റ്, ഹീറ്റൊക്കെ. ഇപ്പം വോളിയം ഇതാക്കുന്നതാണെങ്കിൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ആ ഒരു പാത്രത്തിൽ അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു പാത്രത്തിലേക്കല്ലേ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ അത് അതിൻ്റെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീനെ, ആ ഒരു വോളിയം ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. ഇനി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് വൺ ഹൂസ് വാല്യൂ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സൈസ് ഓഫ് ദി സിസ്റ്റം. എന്താണ്, നേരത്തെ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ ആ ഒരു സൈസിന്. ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി വൈസ് വേഴ്സ, അതായത് അതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി, ഡെൻസിറ്റി തുടങ്ങിയവയാണ് ഈ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് സിസ്റ്റത്തിൻ്റെ. അത് സൈസിനെ, ആ ഒരു സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് പ്രോസസ്സ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് പ്രോസസ്സിൽ 4 തരത്തിലുള്ള പ്രോസസ്സാണ് വരുന്നത്. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സ്, സെക്കൻഡ് വൺ അഡിയാബാറ്റിക് പ്രോസസ്സ്, ആൻഡ് തേർഡ് വൺ റിവേഴ്സിബിൾ പ്രോസസ്സ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് ദി ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അതിൽ ഓരോന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. when the temperature of the system remains constant during various operation, the process is said to be the isothermal. This is attained either by removing heat from the system or by supplying heat to the system. എന്താണ് ഐസോതെർമൽ? തെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ എന്തോ മീൻ ചെയ്യുന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഇവിടെ അതാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ ഒരു പ്രോസസ്സിൽ. സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും വേരിയസ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ആ ഒരു സിസ്റ്റം ആ ഒരു ഹീറ്റിനെ അതിൻ്റെ പ്രോസസ്സ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഹീറ്റിനെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ആ സിസ്റ്റം ഹീറ്റിനെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് കേട്ടോ ഐസോതെർമൽ എന്ന് പറയുന്നത്. The temperature does not change as long as the process of melting. Okay, so ഒരു ഐസ് മെൽറ്റ് ചെയ്യുന്നത് 2730 കെൽവിനിൽ നോക്കിക്കഴിഞ്ഞാൽ 180 പ്രഷറിൽ, അതെന്താണ്, അവിടെ ആ ഒരു ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച് ആസ് ദി ലോങ് ആസ് ദി പ്രോസസ് ഓഫ് മെൽറ്റിംഗ്.
ഓക്കെ, സച്ച് പ്രോസസ്സാണ് ഈ ഒരു ഐസോതേർമൽ പ്രോസസ്സിന് ഉദാഹരണം വരുന്നത്. ഇനി രണ്ടാമത്തേത് വരുന്നത് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്, in an adiabatic process there is no exchange of heat between the system and the surroundings. Thus in an adiabatic process there is always a change in temperature. ഐസോതേർമലിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും ടെമ്പറേച്ചർ. അഡിയബാറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ്? നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക്. ഇതിനെ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ഒരു ആസിഡ് ബേസുമായിട്ട് ഒരു ക്ലോസ്ഡ് തെർമോ ഫ്ലാസ്കിൽ നമ്മൾ മിക്സ് ചെയ്തു. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഹീറ്റ് ഉണ്ടാവുമല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ആ ഒരു സിസ്റ്റത്തിൽ തന്നെ റിമെയിൻ ചെയ്യുന്നത്. കാരണം ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. സച്ച് പ്രോസസ് ആർ നോൺ ആസ് ദി അഡിയബാറ്റിക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ദ തെർമോ ഫ്ലാസ്ക് ഡസ് നോട്ട് അലോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് അല്ലേ. നമ്മൾ ആ ഒരു തെർമോ ഫ്ലാസ്കിലാണ് ആ ഒരു ആസിഡ് ആൻഡ് ബേസ് എടുത്തിട്ടുള്ളത്. സോ അത് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് തെർമോ ഫ്ലാസ്കിലായതുകൊണ്ട് തന്നെ അവിടെ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സറൗണ്ടിങ്സിലേക്ക് പോകുന്നില്ല അത്. അപ്പോൾ ഈ ഇത്തരം പ്രോസസ്സിനെ നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് എന്നാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ പ്രോസസ്സ് are those process in which the changes are carried out so slowly that the system and surroundings are always in equilibrium. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അത് അത്രയും ചെറിയ രീതിയിലായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സിസ്റ്റവും സറൗണ്ടിങ്സും ഓൾവേസ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നോക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം എന്തെങ്കിലും ചേഞ്ചസ് അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് ടൈമിൽ ഉണ്ടാവുന്നതാണെങ്കിൽ എക്സാക്ട്ലി റിവേഴ്സ്ഡ് വെൻ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ ഇത്തരം സിസ്റ്റം ഉണ്ടാവല്ലോ, സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്സും പിന്നെയും അത് റീസ്റ്റോർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ വെൻ ദ പ്രോസസ് ഹാസ് ബീൻ പെർഫോംഡ് ആൻഡ് ദി റിവേഴ്സ്. സോ ദാറ്റ് ഈസ്, അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു പ്രോസസ്സ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. അതിൻ്റെ സ്ലോലി ആണ് അതിൻ്റെ ചേഞ്ചസ് വരുന്നത്. സോ നമ്മൾ അതിൻ്റെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്താ ഇനീഷ്യൽ സ്റ്റേറ്റ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി വരുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. എ പ്രോസസ് ദാറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ആൻഡ് ദാറ്റ് ഇൻക്രീസസ് ദി ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അപ്പോൾ എന്താണ് അത് റിവേഴ്സ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണ് അത് റിവേഴ്സ് ചെയ്യപ്പെടാത്തതിന്? ആൻഡ് ദാറ്റ് ഇൻക്രീസസ് ദി ടോട്ടൽ എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന റാൻഡംനെസ്സിനെയൊക്കെയാണ്. അതായത് എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള എനർജിയിലേക്ക് ഈ ഒരു ഇത് ഉൾപ്പെടുന്നില്ല. അതിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത് കേട്ടോ, എനർജി. സോ ദ ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതെന്താ, എൻട്രോപ്പി കൂടുന്നുണ്ട്. സോ ദ പ്രോസസ് cannot reversed. Okay, these are the some of the types of process in the system. ഇനി തെർമോകെമിക്കൽ ഇക്വേഷൻസിന് നമുക്ക് നോക്കാം. തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നോക്കിയാൽ മതി. കെമിക്കൽ ഇക്വേഷൻസ് വിച്ച് വിൽ സ്പെസിഫൈ ഹീറ്റ് എനർജി ചേഞ്ചസ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ദി റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. ദീസ് ആർ കോൾഡ് ദി തെർമോകെമിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജീൻ്റെ ചേഞ്ചസിനെ സ്പെസിഫൈ ചെയ്യുന്ന, അതായത് സ്റ്റേറ്റിനെയും, സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു ഇക്വേഷൻസ് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കൺവെൻഷൻസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ, ഇവിടെ ഹീറ്റ് ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുകയാണ് ഒരു റിയാക്ഷനിൽ. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി റിയാക്ടിങ് സബ്സ്റ്റൻസസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ റിയാക്ഷൻ. ഓക്കെ, therefore the gaseous, liquid and solid states are representing putting the symbol. എന്ത് സിമ്പിൾസ് യൂസ് ചെയ്താണ്? gaseous സ്റ്റേറ്റിലാണെങ്കിൽ ജി വെച്ചിട്ട് ഇവിടെ ജി തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഇത് റിയാക്റ്റൻസ് ആണ്. ആൻഡ് ദീസ് ആർ ദി പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താ കിട്ടിയത്? CO2 എന്ന് പറഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലാണ് വരുന്നത്. ആൻഡ് 2H2O വാട്ടർ അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് വരുന്നത്. സോ നമ്മൾ ഇങ്ങനെ അലോങ് ദി കെമിക്കൽ ഫോർമുലയിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വരുന്നത് ടു റെപ്രസെൻറ്റ് ബേണിംഗ് ഓഫ് മീഥേൻ ഇൻ ഓക്സിജൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ വരുന്നത്? ഒരു എക്സ്പ്രഷനിൽ നമ്മളിത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഗേഷ്യസ് ആൻഡ് ലിക്വിഡ് ഫോമിലായിരിക്കും, പ്ലസ് ഹീറ്റ് എനർജി ഉണ്ടാവും കേട്ടോ. ആൻഡ് നെക്സ്റ്റത്തുള്ള ഈ ഒരു ഇക്വേഷൻ നോക്കിയോ നിങ്ങൾ. ദീസ് ആർ ദി എക്സോതെർമിക് റിയാക്ഷൻ്റെ ഇക്വേഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സിമ്പിൾ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡെൽറ്റ എച്ചിൽ. ഓക്കെ, ആൻഡ് ഡെൽറ്റ ഈസ് നെഗറ്റീവ് ഫോർ ദി എക്സോതെർമിക് റിയാക്ഷന്. ഇപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ വരുന്ന എൻതാൽപ്പിയാണ് കേട്ടോ, ചേഞ്ച് ഇൻ എൻതാൽപ്പിയാണ് വരുന്നത്. അതിൻ്റെ ഹീറ്റ് ഇവോൾവ് ചെയ്തിട്ടുള്ള ഹീറ്റിൻ്റെ എൻതാൽപ്പിയാണ് വരുന്നത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. അത് എക്സോതെർമിക് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് റിയാക്ഷനിലാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് വെച്ചത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ചില കേസിലുണ്ടാവല്ലോ, ദ കോഎഫിഷ്യൻസ് ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ എ ഫാക്ടർ. ഓക്കെ, അതിന് മുൻപേ ദ സബ്സ്റ്റൻസ് ഇൻ എക്വസ് സൊല്യൂഷൻ ആർ സ്പെസിഫൈഡ് യൂസിങ് ദ സിമ്പിൾ എക്വസ്. നമ്മൾ നേരത്തെ ഗ്യാഷ്യസ് പറഞ്ഞ പോലെ തന്നെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇതിന് പകരം എക്വസ് സൊല്യൂഷൻസ് ആണ് യൂസ് ചെയ്തെങ്കിൽ അവിടെ ഈ ഒരു സിമ്പിൾ ആയിരിക്കും കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ NaCl എന്ന് പറയുന്ന എക്വസ് സൊല്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ എൻ എക്വസ് സൊല്യൂഷൻ ഓഫ് എ സോഡിയം ക്ലോറൈഡ്. ഇനിയിപ്പം ഇൻ കേസ് ഓഫ് ദി കോഎഫിഷ്യൻസ് ആർ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ എ ഫാക്ടർ, delta H value must also be multiplied or divided by the same factor. ഓക്കെ, നമ്മൾ ഇതെന്താണ് ഒരു നമ്മുടെ കോഎഫിഷ്യൻസ് ഒരു ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് എൻതാൽപ്പിയും ആ ഒരു ഫാക്ടർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇൻ സച്ച് കേസസ് ദ ഡെൽറ്റ എച്ച് വാല്യൂ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി കോഎഫിഷ്യൻസ്. അപ്പോൾ അന്നേരം ഈ ഒരു ഡെൽറ്റ എച്ച് വാല്യൂ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ ഒരു കോഎഫിഷ്യൻസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. H2 പ്ലസ് ഹാഫ് O2 ഗിവ്സ് H2G. അപ്പം ഇതാണ് അതിൻ്റെ റിയാക്ഷൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് H2O. ഇഫ് കോഎഫിഷ്യൻസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ 2, ഇവിടെ എന്താണ് 2 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ 2H2 കിട്ടും, പിന്നെ O2 അതിൻ്റെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഓൾസോ 2H2 എന്ന് പറഞ്ഞിട്ട് കോഎഫിഷ്യൻ്റ് ആണല്ലോ 2 വെച്ചിട്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യം പ്രകാരം നമ്മുടെ ഓൾസോ ഡെൽറ്റ എച്ച് വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 ഇൻറ്റു -242 എന്ന് വെച്ച് കഴിഞ്ഞാൽ -484 kg നമുക്ക് കിട്ടും. ഇത്രയാണ് നമ്മുടെ തെർമോ കെമിക്കൽ ഇക്വേഷൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇത് എനർജിയെ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റത്തില്ല. ദ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഓർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഈ ഒരു യൂണിവേഴ്സിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാത്തമാറ്റിക്കലി ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് സ്റ്റേറ്റഡ് ആസ് ഡെൽറ്റ U is equal to Q plus W ആണ്. അപ്പോൾ ഡെൽറ്റ U എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് കേട്ടോ. ആൻഡ് ദ Q is equal to ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്
പ്ലസ് അതിൻ്റെ അത് ചെയ്ത ആ ഒരു സിസ്റ്റം ചെയ്ത വർക്ക് ഡൺ ആയിരിക്കും നമുക്ക് എന്താണ് ഇതിൽ ടോട്ടൽ കിട്ടുന്ന ഒരു ഇൻറ്റേർണൽ എനർജി ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങളിത് ഓർത്തേക്കുക, ഈ കാര്യം മാത്രം പഠിച്ച് വെക്കുക. സ്റ്റേറ്റ് ചെയ്യാൻ പറയും ചിലപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന ഒരു ലോ ഇതാണ് കേട്ടോ വരുന്നത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിക്കുക. ചെറിയൊരു ലോ ആണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് ഇൻറ്റേർണൽ എനർജീനെ കുറിച്ചിട്ടാണ്. ഇൻറ്റേർണൽ എനർജി യു എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് വെച്ചാൽ എന്താ നോക്കാം. ദ ഇൻറ്റേർണൽ എനർജി മേ ബി ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് ദി എനർജീസ് ഓഫ് ഓൾ ദ ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് കണ്ടെയ്ൻഡ് ഇൻ ദി സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആറ്റംസും മോളിക്യൂൾസും ഒക്കെ എന്താണ്, അതിൻ്റെയൊക്കെ സമ്മിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ എനർജി ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും, അതിനൊരു ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും. ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ U1 എന്നും ഫൈനൽ സ്റ്റേറ്റിനെ U2 എന്നും പറയുന്നു. അപ്പോൾ ഇൻറ്റേർണൽ എനർജി അതിൻ്റെ പാത്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദി delta U is independent of the path taken from the initial to final state. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? delta U is equal to U2 minus U1. U2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് ആണ്, and the U1 is the initial state. അപ്പോൾ ഇത് രണ്ട് കാര്യത്തിന് ഈ ഒരു ഇൻറ്റേർണൽ എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു 2 ways. 2 വേസിൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ ഹീറ്റ് ഉണ്ടാവുമല്ലോ, ഒന്നെങ്കിൽ ആ ഒരു ഹീറ്റിനെ അലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റിനെ പുറത്ത് വിടുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ചസ് ഉണ്ടാവാം. ഇനി അതിൻ്റെ അകത്ത് നടക്കുന്ന വർക്കിലും അല്ലെങ്കിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവില്ല, വർക്ക് നടക്കാതിരിക്കുമ്പോഴും ആ ഒരു ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റേർണൽ എനർജീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ H ആണ് കേട്ടോ എൻതാൽപ്പീനെ ഡിനോട്ട് ചെയ്യുന്ന, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്, V അല്ല H ആണ് എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താണ് എൻതാൽപ്പി? ഫോർ മെഷറിംഗ് ഹീറ്റ് ലോസ്ഡ് ഓർ ഗെയിൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വി ഡിഫൈൻ എ ന്യൂ സ്റ്റേറ്റ് ഫംഗ്ഷൻ കോൾഡ് എൻതാൽപ്പി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിംബൽ H ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ബൈ H ഈസ് ഈക്വൽ ടു U പ്ലസ് PV. സോ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ലോസ്റ്റ് ചെയ്യുന്നത്, ഒരു സിസ്റ്റത്തിലെ ഹീറ്റ് ലോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റിനെ നമ്മൾ ഗെയിൻ ചെയ്തെടുക്കുന്ന ആ ഒരു മെഷറിങ്ങിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇതൊരു ന്യൂ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. എൻതാൽപ്പി സിസ്റ്റത്തിൽ മെഷറബിൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റീസാണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന്. അപ്പോൾ എൻതാൽപ്പി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ചിലപ്പോൾ MCQയിൽ ചോദിക്കാം എൻതാൽപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ നോട്ട് എന്തെങ്കിലും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ H. H എന്ന് വെച്ചിട്ടാണ് ഈ ഒരു എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇസ് ഗിവൻ ബൈ H ഈസ് ഈക്വൽ ടു U പ്ലസ് V എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എൻതാൽപ്പി ചേഞ്ചിനെ നമ്മളിവിടെ കാണിക്കുന്നത് ഡെൽറ്റ H വെച്ചിട്ടാണ്. ഇറ്റ്സ് ഗിവൺ ബൈ ഡെൽറ്റ H എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ ഡെൽറ്റ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ U എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ എനർജിയാണ് ഡെൽറ്റ PV. ഓക്കെ, സോ ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V പ്ലസ് V ഡെൽറ്റ P എന്നായിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H ഡെൽറ്റ U. അതായത് ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു ഇക്വേഷൻ പഠിച്ചേക്കാം. റിലേഷൻ ചോദിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ യൂസിങ് ഐഡിയൽ ഗ്യാസ് ലോ വി ക്യാൻ റൈറ്റ് ഐഡിയൽ ഗ്യാസ് ലോ അനുസരിച്ച് PV is equal to NART എന്നാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എഴുതി തരാം. PV എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്ക്രിപ്റ്റിലാണ് കേട്ടോ എഴുതുന്നത്. ഈക്വൽ ടു NART ഇങ്ങനെയാണ് കേട്ടോ ഇക്വേഷൻ വരുന്നത്. സോ PVBയും അതേപോലത്തെ ഈ ഒരു സെയിം ഇതിലാണ് വരുന്നത്. രണ്ടാമത്തെ ഐഡിയൽ ഗ്യാസ് ലോ ആണ്. സോ സബ്സ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 1 ഫ്രം ഇത് ഇക്വേഷൻ 1 ആണ് ഫസ്റ്റ് വരുന്നത് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ 2. അത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും തന്നെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അതിൽ ഫസ്റ്റ് ഈ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും, പിന്നെ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സബ്സ്ട്രാക്ട് ചെയ്യും അല്ലേ. NBRT മൈനസ്, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ -2 - 1 ആണ് കേട്ടോ വരുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി നമുക്ക് കിട്ടും പി എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. പി ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ ഈക്വൽ ടു പി ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി ആണ് കേട്ടോ. എൻ സബ്സ്ക്രിപ്റ്റിലാണ് ജി വരുന്നത്, എൻ ജി ആർ ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എന്താണ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ദെർഫോർ ഡെൽറ്റ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡെൽറ്റ വി നമ്മളിവിടെ കൊടുത്തത് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. സോ ഡെൽറ്റ യു അങ്ങനെ തന്നെ ചെയ്തു. പി ഡെൽറ്റ വിക്ക് പകരം നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. അപ്പോൾ അത് ഇവിടെ എഴുതി ഡെൽറ്റ എൻ ജി ആർ ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പിയും തമ്മിലുള്ള. ഫോർ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡെൽറ്റ വി is very small delta and we can neglect temperature P delta V, hence delta H is nearly the same as delta U. അപ്പോൾ എന്താണ് സ്മോൾ ടെമ്പറേച്ചറിൽ ഡെൽറ്റ വി എന്താണ് സ്മോൾ ആയിരിക്കും. അപ്പം ഈ ഒരു ടേം തന്നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും, അതിൻ്റെ നിയർലി സെയിം ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് നോക്കാം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇവിടെ നമ്മൾ പറയുന്ന എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ടൻസിനെ പ്രൊഡക്ട്സിനെ എടുത്തിട്ടുണ്ട്. സോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻതാൽപ്പീസ് ഡെൽറ്റ എച്ച് ഈസ് ദി എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ ആണ് കേട്ടോ. ഒരു റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് ആർ എന്ന റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് നമ്മൾ നോക്കുന്നത്. അതെന്തായിരിക്കും? പ്രൊഡക്ട്സ് മൈനസ് റിയാക്ടൻസ് ആയിരിക്കും കേട്ടോ. വെൻ എച്ച് പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് റിയാക്ടൻസ് ദെൻ ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്. അതായത് പ്രൊഡക്റ്റ് റിയാക്ടൻസിനെയും കാട്ടി ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഈ ഒരു റിയാക്ടൻസിനേക്കാളും കൂടുതലാണെങ്കിൽ, എച്ച് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ എച്ച് റിയാക്ടൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ദ ഡെൽറ്റ ഈസ് പോസിറ്റീവ്. ഡെൽറ്റ എച്ച് എൻ്റെ ഇൻറ്റേർണൽ എനർജി എൻതാൽപ്പി എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ദ റിയാക്ഷൻ. അവിടെ എന്താ നടക്കുന്നത്? ആ ഒരു റിയാക്ഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ദ റിയാക്ഷൻ വിൽ ബി എൻഡോതെർമിക്. അബ്സോർബ് ചെയ്യുമ്പോൾ എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. നമ്മുടെ പ്രൊഡക്റ്റ് റിയാക്ടൻറ്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ പോസിറ്റീവ് എൻതാൽപ്പി ആയിരിക്കും ഉണ്ടാവുന്നത്. പോസിറ്റീവ് എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോതെർമിക് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് H2+I2. ഹൈഡ്രജനും 2 ഹൈഡ്രജൻ ആറ്റങ്ങളും അയഡിൻ ആറ്റങ്ങളും കൂടെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 2H ആയി കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ആ ഒരു റിയാക്ടൻസ് ടോട്ടൽ ചേഞ്ച് ഇൻ ദി എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 52.5. ഇവിടെ മൈനസ് അല്ല വരുന്നത്, മൈനസ് വരുമ്പോൾ എക്സോതെർമിക്. ഇതിപ്പോൾ പ്ലസ് ആയതിനെ കൊണ്ട് എൻഡോതെർമിക് ആയിരിക്കും, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. വെൻ എച്ച് പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ദി എച്ച് റിയാക്ടൻസ് ദെൻ ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൻ്റെ വൈസ് വേഴ്സ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർക്കണം എക്സോതെർമിക് ആയിരിക്കും ആ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എക്സോതെർമിക് ആകുമ്പോൾ ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻ, പുറമേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CH4 മീഥേൻ + 2O2 = കാർബൺ ഡൈ ഓക്സൈഡ് + വാട്ടർ പ്ലസ് നമ്മൾ അതിൻ്റെ ആ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെട്ട ഹീറ്റ് എക്സോതെർമിക് അതിനെ കൊണ്ടാണ് നെഗറ്റീവ് സൈഡിന് വരുന്നത്. അത് 8904.4 kg ആയിരിക്കും കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇതൊക്കെ എന്താണെന്നുള്ളത്. ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എഫ് എച്ച് റൈറ്റ് ടു each degree എന്ന രീതിയിലാണ്. ദ എൻതാൽപ്പി ചേഞ്ച് when 1 mole of a pure compound is formed from its elements in their most stable state is called the enthalpy of formation and is denoted by delta F H degree. സോ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 molecule ഓഫ് പ്യുവർ കോമ്പൗണ്ടിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോംഡ് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ്സ് എവിടുന്ന് അതിൻ്റെ എലമെൻറ്റ്സ് എന്നായിരിക്കും കേട്ടോ. അത് പിന്നീട് ഫോം ചെയ്ത് വരുന്ന
എന്നിട്ട് അതിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ്. അതിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളോട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്ന് ചോദിക്കും. ഡിഫൈൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. ഡെൽറ്റ കോം എന്നാണ് എച്ച് ഡിഗ്രി. സോ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഈസ് ദി എൻതാൽപ്പി ചേഞ്ച്. ഇത് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുക, അത് പുറത്ത് പോവുക. കമ്പനിയിങ് ദി കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ്. 1 mole ഓഫ് സബ്സ്റ്റൻസിൽ എത്ര മോള് ഇത് പോയിന്ന് ഹീറ്റ് ഇവോൾവ് ചെയ്ത് പോയി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഓക്സിജൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് 1 bar പ്രഷർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? നമുക്കിവിടെ തന്നിരിക്കുന്ന C2H5OHൻ്റെത് ഈസ് -1365.6 kg മോൾ ഇൻവേഴ്സ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ ആണ്. ഡെൽറ്റ അയോൺ H ഡിഗ്രി. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് അയണൈസ്. ഇനി നമുക്ക് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ നോക്കാം. അറ്റോമൈസേഷൻ ഡെൽറ്റ എ H ഡിഗ്രി ആണ്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് അറ്റംസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് എൻതാൽപ്പിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എപ്പോഴാണ് 1 mole ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ ആറ്റംസിലോ അതിൻ്റെ ഗേഷ്യസിലോ കൺവേർട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്നത്. അവിടെ എന്തായിരിക്കും? ടെമ്പറേച്ചർ ആൻഡ് 1 bar പ്രഷറും ആയിരിക്കും കേട്ടോ. എക്സാമ്പിളായിട്ട് കൊടുത്തത് ഇതാണ്. ഇതൊക്കെ അറ്റോമൈസേഷൻ്റെ ഗ്രാഫായിട്ട് അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കാർബണിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അറ്റോമൈസേഷൻ എൻതാൽപ്പിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാവോസിയർ ലാപ്ലേസ് ലോ ആണ്. അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റിൽ നോക്കുന്നതാണെങ്കിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അതൊന്നും വേണ്ട. നമ്മളിപ്പം നോർമലി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്ന ലാവോസിയർ ലാപ്ലേസ് ലോ ആണ്. ദ ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ H ഫോർ എ റിയാക്ഷൻ റിവേഴ്സ് ഇറ്റ് സൈൻ വെൻ ദ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. അപ്പോൾ ലാവോസിയർ ലോ എന്താണ് പറയുന്നത്? ലോസ് ഓഫ് തെർമോകെമിസ്ട്രിയിലുള്ള ലോയിൽ ഫസ്റ്റ് വണ്ണാണ് ലാവോസിയർ ലാപ്ലേസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതായത് നമ്മളിപ്പം ഹീറ്റ് ചേഞ്ച് ഒരു റിയാക്ഷനിലുണ്ട ഹീറ്റ് ചേഞ്ച് എന്താ? അത് ആ ഒരു റിയാക്ഷനെ റിവേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈനും റിവേഴ്സ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നൈട്രജനും ഓക്സിജനും നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ 2NO നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ H = +180 ആണ്. ഇനിയിപ്പോൾ ആ ഒരു റിയാക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു. അതായത് പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും ആ ഒരു നൈട്രജനും ഓക്സിജനും ആക്കി മാറ്റി. അപ്പോൾ അതിന് കിട്ടുന്ന എൻതാൽപ്പി എന്തായിരിക്കും? അതിൻ്റെ സൈൻ നേരത്തെ പോസിറ്റീവ് 180 ആണെങ്കിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ടേമാണ് ഫസ്റ്റ് വരുന്നത്. അത് പിന്നീട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റിയാക്റ്റൻസ് ആക്കിയപ്പോൾ Na2 O2 ആക്കി മാറ്റിയപ്പോൾ അതിൻ്റെ എൻതാൽപ്പിക്ക് ചേഞ്ച് വന്നില്ല. പക്ഷേ എൻ്റെ ആ ഒരു സൈനിന് മാറ്റം വന്നു, നെഗറ്റീവായി മാറി. ഓക്കെ. അപ്പോൾ ഇതാണ് ലാവോസിയർ ലാപ്ലേസ് ലോ പറയുന്നത്. എൻ്റെ ഫൈൻഡ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H ഫോർ ദി റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കാം. ഗ്രാഫൈറ്റിൻ്റെ C ആണ് കാർബണ്, അത് ഗ്രാഫൈറ്റ് ഫോമിലാണ്. അത് ½ O2 ഗേഷ്യസ് ഫോമിലാണ്. CO2 കാർബൺ മോണോക്സൈഡ് കിട്ടും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള. സോ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ നമുക്കൊന്ന് നോക്കാം. ഗിവൺ റിയാക്ഷനിൽ ഗ്രാഫൈറ്റ് എന്താണ്? ഓക്സിജനുമായിട്ട് ചേർന്ന് CO2 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. അതിൻ്റെ ടോട്ടൽ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ -393.5 kg ആണ് വരുന്നത്. ഓക്കെ. ഇനിയിപ്പം എന്താ? ഈ ഒരു CO2 നെക്സ്റ്റ് വരുന്ന CO അത് ഓയും കൂടെ ആയിട്ട് ഓക്സിജനും കൂടെ ½ O2 കൂടെ ആയിട്ട് വീണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് CO2 തന്നെ കിട്ടുന്നുണ്ട്. അവിടെ ഉണ്ടെന്ന രണ്ടാമത്തെ ചേഞ്ച് എൻതാൽപ്പി ചേഞ്ച് എന്ന് വെച്ചാൽ -283.0 kg ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കുന്ന ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗോൾ ഈസ് ടു കമ്പൈൻ ദീസ് റിയാക്ടൻറ്റ് ടു മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ C+½ O2 കാർബൺ മോണോക്സൈഡും ആൻഡ് C+O2 വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് റിയാക്ഷൻ 1 ആണ്. ആ ഒരു റിയാക്ഷൻ 1 നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ നമുക്ക് എൻതാൽപ്പി ചേഞ്ച് കിട്ടിയ ഡെൽറ്റ H
-283 ആണ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ. പക്ഷെ അത് റിവേഴ്സ് റിയാക്ഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് +283 0 kg ആയി. ഓക്കെ, ഇനിയിപ്പം നമ്മൾ C-ഗ്രാഫൈറ്റ് +12O2 അതിൻ്റെ കാർബൺ മോണോക്സൈഡിൻ്റെ ആ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് നോക്കുന്നത് നമ്മൾ. ഇപ്പം -393.5 -283 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -0.5 kg/mol ആയിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ലാവോസിയർ-ലാപ്ലേസ് ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തന്നേയുള്ളൂ. ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ബോണ്ട് എൻതാൽപ്പീസ് ആണ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് എനർജി ചേഞ്ചസ് ഒക്കർ ഡ്യൂ ടു ബ്രേക്കിംഗ് ബോണ്ട്സ് ഇൻ എ റിയാക്ടൻസ് and forming bonds in products. These energy changes are measurable, especially in gaseous reactions where only bond reactions contribute. Here is an AEC breakdown. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിലാണ് എന്താണ് എനർജി ചേഞ്ചസ് ഒക്കെ ഡ്യൂ ടു ബ്രേക്കിംഗ് ബോണ്ട്സ്. എനർജി ചേഞ്ചസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ. ആ ഒരു റിയാക്ടൻസിൽ ഉണ്ടാകുന്ന ബോണ്ട്സ് ഉണ്ടാവില്ല, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി ചേഞ്ചസ് ഉണ്ടാവും. ആൻഡ് ഫോമിങ് ബോണ്ട്സ് ഇൻ പ്രൊഡക്ട്സ് അല്ലേ. ആ ഒരു റിയാക്ടൻസിൽ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യും, പക്ഷേ വീണ്ടും അത് പ്രൊഡക്റ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് അതൊന്നും കൂടെ ആ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ദീസ് എനർജി ചേഞ്ചസ് ആർ മെഷറബിൾ. അതായത് റിയാക്ടൻ്റെ അവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള എനർജിയും പിന്നെ പ്രൊഡക്റ്റിൻ്റെ ടൈമിലുണ്ടാകുന്ന ആ ഒരു കൂടി ചേരുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഇൻ ഗേഷ്യസ് റിയാക്ഷൻസ് വർ ഓൺലി ബോണ്ട് ഇൻട്രാക്ഷൻസ് കോൺട്രിബ്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈസി വേ നമ്മൾ പറയുന്നതാണ്. ഫസ്റ്റ് വരുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ്. ഡിസോസിയേഷൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ സ്പെസിഫിക് ബോണ്ട് ഇൻ എ 1 mole ഓഫ് എ പെർട്ടിക്കുലർ മോളിക്യൂൾ ഇൻ ഇറ്റ്സ് ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. H2 ആണ് എടുത്തിട്ടുള്ള 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആണ്. അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 ഹൈഡ്രജൻ ഡയാറ്റോമിക് മോളിക്യൂളാണ് ഹൈഡ്രജൻ ഇവിടെ വരുന്നത് H2. അത് രണ്ടെണ്ണമായിട്ട് വരുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴും 2 ഹൈഡ്രജൻ ആറ്റങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 43.5 kg/mol ആയിരിക്കും. അപ്പം ദിസ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ഡിസോസിയേറ്റ് 1 mole ഓഫ് H2 into 2 H ആറ്റംസ്. അതായത് എന്താണ്, 2 ഹൈഡ്രജൻ ആറ്റത്തിനെ ഓരോ ഹൈഡ്രജൻ ആറ്റങ്ങളാക്കിയിട്ട് അതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 435 kg/mol ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ബോണ്ട് എൻതാൽപ്പിയാണ്. ഇൻ പോളി ആറ്റോമിക് മോളിക്യൂൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ NH3 പോളി ആറ്റോമിക് മോളിക്യൂൾസ് ആണ്. അപ്പോൾ നേരത്തെ കണ്ടത് ഡയാറ്റോമിക് ആണ് H2O2 ഒക്കെ. ബോണ്ട്സ് മേ ബ്രേക്ക് ഇൻ ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്സ് ആൻഡ് ദെയർ എനർജീസ് ക്യാൻ വാരി സ്ലൈറ്റ്ലി. അപ്പോൾ ഈ ഡയാറ്റോമിക് മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്യുന്ന പോലെയല്ല, പോളിയാറ്റോമിക് മോളിക്യൂൾസ് ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റിലായിരിക്കും, അതിൻ്റെ എനർജീസും സ്ലൈറ്റ്ലി വാരി ചെയ്യും. ദ ആവറേജ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഫോർ എ സ്പെസിഫിക് ബോണ്ട് ടൈപ്പ് അക്രോസ് ഡിഫറെൻറ്റ് മോളിക്യൂൾ ഈസ് കോൾഡ് ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആവറേജ് ബോണ്ട് ഓഫ് ഡിസോസിയേഷൻ എനർജിനെയാണ് അല്ലേ. ഓരോ സ്പെസിഫിക് ബോണ്ടിനെയാണ് നമ്മൾ ഒരു മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന ഇതിനെയാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എന്താണ് H2O. അവിടെ OH ബോണ്ട് 2 OH ബോണ്ട് വരുന്നുണ്ട് അല്ലേ. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ആണല്ലോ വരുന്നത്. സോ അതിൻ്റെ OH ബോണ്ടിൻ്റെ ഫസ്റ്റ് OH ബോണ്ടിലാണെങ്കിൽ സോ ഇത് ഇങ്ങനെയാണല്ലോ വരുന്നത് OH H2O H. സോ ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് 502 ആണെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു ബോണ്ടിങ്ങിൽ വരുന്നത് 42.7 ആയിരിക്കും വരുന്നത്. സോ ആവറേജ് ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 464.5 kg/mol ആയിരിക്കും കേട്ടോ. ഇനി 2 എൻതാൽപ്പീസ് യൂസ് ചെയ്യുമ്പോൾ ബോണ്ട് എൻതാൽപ്പി ഡേറ്റ ഹെൽപ്സ് എസ്റ്റിമേറ്റ് ദ എനർജി ചേഞ്ചസ് ഇൻ കെമിക്കൽ റിയാക്ഷനിലെ എനർജി ചേഞ്ചസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോണ്ട് എൻതാൽപ്പീസ് യൂസ് ചെയ്യുന്നുണ്ട്. എനർജി അബ്സോർബ്ഡ് ടു ബ്രേക്ക് ബോണ്ട്സിൻ്റെ റിയാക്ടൻസ്. എനർജി എന്തിനാണ് അബ്സോർബ് ചെയ്യുന്നത്? ബോണ്ട്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനർജി റിലീസ് ചെയ്യുന്നത് ബോണ്ട്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ടോട്ടൽ നമ്മൾ ഇതിനുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ΔRH =σBE ബോണ്ട് എൻതാൽപ്പി ആണ് കേട്ടോ. BE എന്ന് പറയുന്നത് ആ ഒരു റിയാക്ടൻസിൻ്റെ ബോണ്ട് എൻതാൽപ്പി മൈനസ് എൻ്റെ പ്രൊഡക്ട്സിൻ്റെ ബോണ്ട് എൻതാൽപ്പി.
ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഡെൽറ്റ എച്ച് ആർ കിട്ടുന്നത്. സോ ഇവിടെ ഞാൻ കുറച്ച് ഒരു ബോണ്ട് എൻതാൽപ്പി ഓരോ ബോണ്ട്സിൻ്റെ ബോണ്ട് എൻതാൽപ്പി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ടേബിൾ നോക്കി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു ബോണ്ട് എൻതാൽപ്പിനെ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ദാറ്റ് ഈസ് നമ്മളിപ്പം ഒരു റിയാക്ഷൻ നോക്കാം. CH3 പ്ലസ് Cl2 CH3 Cl പ്ലസ് HCl എന്ന്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതിനൊരു സ്ട്രക്ചറൽ ഫോർമുലയിൽ എഴുതാം? CH3 എങ്ങനെ വരുന്നത്? CH3 CH പ്ലസ് Cl2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്ലോറിൻ ആറ്റം ആൻഡ് ദിസ് ഗിവ്സ്, ഇത് രണ്ടും എന്താണ്? റിയാക്ടൻസിൻ്റെ സൈഡാണ്. ഇതെന്താ പ്രൊഡക്റ്റ് എന്താ നമുക്ക് കിട്ടുന്നത്? CH3 Cl ആണ് അല്ലേ? അപ്പം Cu ആയിട്ട് 3 ഹൈഡ്രജൻ ആറ്റം ബോണ്ടിങ്ങിലുണ്ട്, ഒരു ക്ലോറിൻ ആറ്റം, അപ്പം Cl കിട്ടും. പ്ലസ് HCl ആണല്ലേ. HCl എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റമായിട്ട് ഒരു ബോണ്ടിങ്ങിൽ ക്ലോറിൻ ആറ്റം. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് വരുന്നത്? നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്പർ ഓഫ് ബോണ്ട്സ്, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ വരുന്ന ബോണ്ട്സ് നോക്കാം. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ വരുന്ന ഇവിടെ എന്താണ്? CH ബോണ്ട് 4 ആണ് വരുന്നത്. അപ്പം Cl ബോണ്ട് എന്താണ്? 1 ആണല്ലേ, ഒറ്റ ബോണ്ടല്ലേ വരുന്നത്. ക്ലോറിൻ്റെ ഒറ്റ ബോണ്ട് വരുന്നുണ്ട്. ക്ലോറിനായിട്ട് ഒറ്റ ബോണ്ടിങ്ങിലുള്ളത്. ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്ങിലുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ നോക്കുന്നതാണെങ്കിൽ Cയും Cl ആയിട്ട് എന്താണ്? ഒരു ബോണ്ടിൽ ഇവിടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. പിന്നെ HCl ബോണ്ട് എന്താണ്? ഈ ഒരു ബോണ്ട് അതും 1 ആണല്ലേ. HCl ബോണ്ട് ഈസ് ഈക്വൽ ടു 1. ഇനി നെക്സ്റ്റ് വരുന്ന CH ബോണ്ട്, ഇവിടെ നോക്കൂ. ഇത് ഇവിടെ H ആയിട്ടും ഉണ്ട്, ഇവിടെ ഒരു H ആയിട്ടുണ്ട്, മുകളിലും ഒരു H ആയിട്ട് ബോണ്ടിങ്ങിലുണ്ട്. അപ്പം CH ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ C- H ബോണ്ട് 3 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ബോണ്ട് എൻതാൽപ്പീസ് നമ്മൾ നേരത്തെ ടേബിളിൽ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റത്തുള്ള CHൻ്റെ ആണെങ്കിൽ, ഈ ഒരു ഇതിൻ്റെ ആണെങ്കിൽ ഞാൻ എഴുതി തരാം നിങ്ങൾക്ക്. ഇവിടെ തന്നെ ആ ഒരു ടേബിൾ നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. CHൻ്റെ ആണെങ്കിൽ നമുക്ക് ബോണ്ട് എൻതാൽപ്പി വരുന്നത് 43.5 kg മോൾ -1 ആണ് കേട്ടോ, റേസ് ടു. സോ അതേപോലെ തന്നെ CL - C1ൻ്റെത് വരുന്നത് 242 kg മോൾ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ബോണ്ട് എൻതാൽപ്പീൻ്റെ ആ ഒരു ടേബിൾ നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ബോണ്ടിൻ്റെയും ബോണ്ട് എൻതാൽപ്പി കിട്ടുമല്ലോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? നമ്മുടെ ഇക്വേഷൻ ആ ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ ഡെൽറ്റ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ ഡെൽറ്റ സം ഓഫ് BE റിയാക്ടൻസ് ആണ് കേട്ടോ. റിയാക്ടൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്ട്സ് ആണല്ലോ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് പുട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ. ഫസ്റ്റത്തുള്ള ആ ഒരു ഇതിൽ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എന്താണ്? CH4 ആണ്. അപ്പോൾ 4 ബോണ്ട് എൻതാൽപ്പി വെച്ചിട്ടുള്ള CH ബോണ്ട് ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇതായതിനെ കൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റരുത്. അപ്പോൾ 4BeCH ആണ്, C- H. ഫസ്റ്റത്തുള്ളത് 4 ബോണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, C- H എന്ന് പറഞ്ഞിട്ടുള്ളത് ബോണ്ടിങ്ങിൽ. പ്ലസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് CCl ബോണ്ടിൻ്റെത് ഒറ്റൊന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, അത് മൈനസ്. അപ്പോൾ നമ്മുടെ റിയാക്റ്റൻ്റെ സൈഡ് സെറ്റായി.
അത് മൈനസ് ഇനി പ്രൊഡക്റ്റിൻ്റെ സൈഡാണ്. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ എന്തൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? CCl ബോണ്ട് ഉണ്ടായിരുന്നു. ബോണ്ട് എൻതാൽപ്പി ഓഫ് CCl ബോണ്ട് അല്ലേ, അത് പ്ലസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പിന്നെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന HCl ബോണ്ടാണ്. HCl ബോണ്ട് പ്ലസ് പിന്നെ 3CH ബോണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്. ബോണ്ട് എൻതാൽപ്പി ഓഫ് 3CH ബോണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബോണ്ട് എൻതാൽപ്പി ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി ആംഗിൾ വെച്ചിട്ട് നമുക്ക് 4×435 ആണ് കേട്ടോ നമ്മുടെ CH ബോണ്ടിൻ്റെത് വരുന്നത്. പ്ലസ് CLCLൻ്റെത് വരുന്നത് എന്താ, ക്ലോറിൻ ആറ്റത്തിൻ്റെ വരുന്നത് 242 ആണ്. അപ്പം നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞു, റിയാക്റ്റൻറ്റിൻ്റെ സൈഡ് കഴിഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് എന്താണ് നമ്മുടെ CCl ബോണ്ടിൻ്റെത്, അത് വരുന്നത് 339 പ്ലസ് 43.1 എന്ന് വെച്ച് കഴിഞ്ഞാൽ HCl ബോണ്ടിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു 43.1 വരുന്നത് പ്ലസ് 3 പ്രൊഡക്റ്റിൻ്റെ സൈഡിലെ ലാസ്റ്റ് വരുന്നത് CH ബോണ്ടാണ്. CH ബോണ്ട് 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 43.5 ആണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ -93 kg ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ CH3 പ്ലസ് Cl2 gives CH3Cl പ്ലസ് HCl എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ആ ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ വരുന്നത്. ഓക്കെ, -93 kg ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്. ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് എന്തോ പറയുന്നുണ്ട് അവർ, എന്നാലും ചെറുതായിട്ട് ഞാൻ മിനിമൈസ് ചെയ്തിട്ട് പോയിൻറ്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് താങ്ക് യു.